ഹോങ്കോങ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബാങ്കോക്കിലേക്ക് പോവാണ് കേട്ടോ. യൂഷ്വലി നമ്മൾ ആരെങ്കിലും എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഹോങ്കോങ് ടു ദുബായ്, ദുബായ് ടു ബാങ്കോക്ക് അങ്ങനെയായിരിക്കും കണക്ഷൻ വരിക. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഹോങ്കോങ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ബാങ്കോക്കിലേക്ക് ഫ്ലൈറ്റ്. ഹോങ്കോങ് എയർപോർട്ട് അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ്. 500+ ഗേറ്റ്സ് ഉണ്ട്. ഓരോ മൂലയിലേക്കും ഒരു 20 മിനിറ്റോളം നടക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ലക്ഷറി ഔട്ട്ലെറ്റ്സും ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പറക്കാൻ പോകുന്നത് എമിറേറ്റ്സിന്റെ A380 കേട്ടോ. പാസഞ്ചർ വെച്ച് കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഫ്ലൈറ്റ് ആണ് A380, അതായത് എയർബസ് 380. ഞാൻ അറിഞ്ഞിടത്തോളം അന്നേ ദിവസം 2 എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് ഹോങ്കോങ്ങിലേക്ക് വന്നു. തിരിച്ചു പോകുമ്പോൾ ആളില്ലാത്തതുകൊണ്ടായിരിക്കണം അതൊരു ട്രാൻസിറ്റ് ഫ്ലൈറ്റ് ആക്കി ഒരു ഫ്ലൈറ്റ് ഡയറക്റ്റ് ദുബായിലേക്കും ഒരു ഫ്ലൈറ്റ് ബാങ്കോക്ക് വിയ ദുബായിലേക്കും കണക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ട്രാൻസിറ്റ് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ബെസ്റ്റ് പാർട്ട് ഈസ് 9,000 റുപ്പീസിനാണ് എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയത്. എമിറേറ്റ്സിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സുവനീർ ആണ് ഈ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കല്. ക്രൂ വന്നിട്ട് കുറച്ച് ഫാമിലീസിന്റെയും കപ്പിൾസിന്റെയും മാത്രമാണ് എടുക്കാറ്. നമ്മൾ ചോദിച്ചാൽ നമ്മളിത് എടുത്തരും കേട്ടോ. ഞാൻ ഒന്ന് ചോദിച്ചു, ക്രൂ ഫോട്ടോ എടുത്ത് തന്നു. ഇതാ അടിപൊളിയല്ലേ. നെക്സ്റ്റ് ടൈം എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ക്രൂ ക്യാമറയും പിടിച്ച് പോകുന്ന കണ്ട ഒന്നും നോക്കണ്ട, ചോദിച്ചോ ഫോട്ടോ എടുത്ത് തരുമോ. കുറച്ച് കഴിയുമ്പോൾ ഫുഡും വന്നിട്ടാ. ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ ചിക്ക് പീ സാലഡ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്ട്രീറ്റ് ഫ്രൈഡ് ചിക്കൻ വിത്ത് വെജിറ്റബിൾസ്, റെഡ് ബീൻ കേക്ക്, ചോക്ലേറ്റ്. പിന്നെ ഡ്രിങ്ക്സിൽ ജ്യൂസും സോഫ്റ്റ് ഡ്രിങ്ക്സും അതേപോലെ തന്നെ കോഫി, ടീ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കോഫിയും പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സും എല്ലാം എടുത്തിട്ടുണ്ട്. ദ ഫുഡ് വാസ് റിയലി ഗുഡ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ കഴിച്ച് ക്ലിയർ ചെയ്യുമ്പോൾ ലാൻഡിങ്ങിനുള്ള ഓൾമോസ്റ്റ് സമയമായിട്ടുണ്ട്. വിൻഡോസിൽ നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. ഡേ ടൈം ആണെങ്കിൽ നല്ല വ്യൂ ഉണ്ടായേനെ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട്, നിങ്ങളുള്ള ഇൻഫോടൈം സിസ്റ്റമിൽ, അതായത് സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ലൈവ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് കാണാൻ പറ്റും. അതായത് ഫ്ലൈറ്റ് എവിടെ പറക്കുന്നുണ്ട്, ലാൻഡിങ്, റൺവേ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. 3 ടൈപ്പ് ക്യാമറാസ് വെച്ചിട്ടുണ്ട്. ഫ്യൂസിലേജിലും പിന്നെ ടെയിൽ ക്യാമറ ഒക്കെ ഉണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെ നല്ല വ്യൂ കിട്ടും. ഡേ ടൈമിലാണെങ്കിൽ ബെസ്റ്റ് വ്യൂ കിട്ടും. ഫൈനലി വെൽക്കം ടു തായ്ലാൻഡ്. സോ വൺ ഡേ ഇൻ തായ്ലാൻഡ്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ തന്നെ എൻ്റെ ബോർഡും പിടിച്ച് പ്ലാനിങ് ഹോളിഡേയ്സിൻ്റെ ഏജൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. എന്നെ ആ ലേഡി പിക്ക് ചെയ്ത് കാറിൽ കയറ്റിയിട്ട് നേരെ റൂമിലേക്ക് ഉണ്ടാക്കി. സോ ഗുഡ് നൈറ്റ്. ബാക്കി അടുത്ത വീഡിയോ കാണാം.